ഹലോ. അപ്പം ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ഞാൻ പണ്ടെവിടെയോ കേട്ടു മറന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ നിങ്ങളും ഈ കഥ കേട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നും എന്നോട് ആരോ മന്ത്രിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഈ കഥ ഞാനിവിടെ പങ്കുവയ്ക്കേണ്ടത് ആവശ്യമാണെന്ന്. അതിനാൽ മാത്രം ഞാൻ ഈ കഥ ഇവിടെ പറയുന്നു. കഥ മറ്റൊന്നുമല്ല, പണ്ടൊരിക്കലൊരു രാജാവും ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ വളരെ ആത്മബന്ധമുള്ളവരുമായിരുന്നു. മന്ത്രി അങ്ങേയറ്റം വിശ്വസ്തനുമായിരുന്നു. ഒരു ദിവസം രാജാവും മന്ത്രിയും കൂടെ കാട്ടിലൂടെ വേട്ടയ്ക്കായി പോകുമ്പോൾ ഒരു ഭീകരജീവി അവരുടെ മുമ്പിലേക്ക് വന്ന് രാജാവിനെ ആക്രമിച്ചു. രാജാവിന് നല്ല രീതിയിൽ പരിക്ക് പറ്റി. എന്നാൽ മന്ത്രിക്കാകട്ടെ ഒന്നും തന്നെ പറ്റിയില്ല. വിഷമത്തോടെ നിന്ന രാജാവിനെ നോക്കി മന്ത്രി പറഞ്ഞു, പ്രഭു, എല്ലാം നന്മയ്ക്ക്. ഇത് കേട്ട രാജാവിന് കോപം കൊണ്ട് വിറല് പൂത്തു. രാജാവ് മന്ത്രിയെ തൊട്ടടുത്ത് കണ്ട പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ആ പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോഴും മന്ത്രി വിളിച്ചു പറഞ്ഞു, പ്രഭു, എല്ലാം നന്മയ്ക്ക്. രാജാവ് ദേഷ്യത്തോടെ മുമ്പോട്ട് നടക്കുമ്പോൾ പെട്ടെന്നതാ കുറേ കാട്ടാളന്മാർ രാജാവിന് മുമ്പിലേക്ക് എവിടെ നിന്നോ എടുത്തു ചാടി. രാജാവിനെ ബന്ദിയാക്കി തങ്ങളുടെ ഗോത്രങ്ങളിലേക്ക് കൊണ്ടുപോയി. സായം സന്ധ്യയിൽ കിട്ടിയ ഈ മനുഷ്യനെ നമുക്ക് നമ്മുടെ ദേവന് ബലി കൊടുക്കാമെന്ന് ഗോത്രത്തലവൻ തീരുമാനിച്ചു. അങ്ങനെ അതിനു വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും തയ്യാറാക്കി രാജാവിനെ ഒരു ബലിക്കല്ലിൽ കിടത്തി. അപ്പോഴാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് രാജാവിന് ദേഹക്ഷതം പറ്റിയിരിക്കുന്നു, അഥവാ പരിക്കുകൾ പറ്റിയിരിക്കുന്നു. ദേവന് ബലി കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലതിനെ തന്നെ കൊടുക്കണം, അപകടം പറ്റാത്തതിനെ കൊടുക്കണം എന്ന നിയമം ഉള്ളതിനാൽ അവർ രാജാവിനെ വെറുതെ വിട്ടു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ രാജാവ് മടങ്ങുമ്പോൾ തൻ്റെ പ്രിയമന്ത്രി പറഞ്ഞ കാര്യം രാജാവ് ഓർത്തു. അതെ, എല്ലാം നന്മയ്ക്ക്. എനിക്ക് ഈ പരിക്ക് പറ്റിയിരുന്നില്ലെങ്കിൽ എൻ്റെ ജീവൻ നഷ്ടമായേനെ. പെട്ടെന്നാണ് രാജാവിന് അത് ഓർമ്മ വന്നത്. തൻ്റെ പ്രിയമന്ത്രിയെ താൻ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടുമല്ലോ. കുറ്റബോധത്താൽ അലറിക്കരഞ്ഞുകൊണ്ട് ആ പൊട്ടക്കിണർ ലക്ഷ്യമാക്കി രാജാവ് ഓടി. വളരെ പാടുപെട്ട് ഒരു പ്രകാരത്തിൽ തൻ്റെ പ്രിയമന്ത്രിയെ രാജാവ് കരയ്ക്ക് കയറ്റി. താൻ ചെയ്തു പോയ അവിവേകത്തെ ഓർത്ത് മന്ത്രിയോട് രാജാവ് ക്ഷമാപണം നടത്തി. എന്നാൽ മന്ത്രി പറഞ്ഞു, പ്രഭു, അങ്ങ് ചെയ്തതും നന്നായി, എല്ലാം നന്മയ്ക്ക്. ആശ്ചര്യത്തോടെ രാജാവ് ചോദിച്ചു, ഞാൻ താങ്കളെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത് എങ്ങനെ നന്മയ്ക്കാകും? മന്ത്രി പറഞ്ഞു, പ്രഭു, അങ്ങനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങയുടെ കൂടെ എന്നെയും ആ കാട്ടുജാതിക്കാർ ബന്ദിയാക്കിയേനെ. പരിക്ക് പറ്റിയ അങ്ങയ്ക്ക് പകരം എന്നെ അവർ ദേവന് ബലി കൊടുത്തേനെ. അന്നു മുതൽ രാജാവും ഒരു തികഞ്ഞ വിശ്വാസിയായി മാറി, അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസക്കാരനായി മാറി. അപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു സാരാംശം കിട്ടുന്നത്? മറ്റൊന്നുമല്ല, നമുക്ക് തോന്നുന്ന പല നാശം പോലും ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ ഒരു ഭാഗമായിരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. ആശ്വാസം നഷ്ടപ്പെടുമ്പോഴും വിശ്വാസം കൈവിടരുത്. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ദൈവം നമുക്ക് കഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ തരുന്നുവെന്ന്. എങ്കിലും ഒരു കാര്യം ധൈര്യമായി വിശ്വസിച്ചു കൊള്ളുക, ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഈ ഒരു കഥ എൻ്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കഥ കേട്ടതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം ലഭിച്ചുവെങ്കിൽ, അല്ല ഇനി ഇത് മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് നിങ്ങളിൽ ആഗ്രഹം തോന്നുകയാണെങ്കിൽ മടിക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.